ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് അസ് പാലക്കാട്. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞങ്ങളെന്നുള്ളത് എൻ്റെ വീട്ടിലാണ്. ഇന്നലെ വൈകിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ വന്നു ഇങ്ങോട്ട്. വീടിൻ്റെ പുറകിലായിട്ട് അച്ഛൻ്റെ ഒരു ചെറിയ പച്ചക്കറി തോട്ടമുണ്ട്. രാവിലെ എണീറ്റപ്പോൾ തന്നെ അങ്ങോട്ട് പോയി. വീട്ടിലേക്ക് വന്നാൽ രാവിലെ എണീറ്റാൽ ആദ്യം വീടിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു നടത്തം അതെൻ്റെ പതിവാണ്. ഏതൊക്കെ ചെടികൾ നശിച്ചു പോയിട്ടുണ്ട്, ഏതൊക്കെ ചെടികൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഏതിലൊക്കെ പൂവിട്ടിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് നോക്കണം. ഞങ്ങളുടെ ഈ കാണുന്ന തെങ്ങിലുണ്ടായിട്ടുള്ള ആദ്യത്തെ കൊലയാണ് ഇട്ടത്. കാണുമ്പോൾ തന്നെ സന്തോഷം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് അടുക്കളയിലേക്ക് പോയി. അപ്പവും കിച്ചും കൂടെ പഞ്ചായത്ത് മേളയിൽ വോളിബോൾ ടൂർണമെന്റിന് പോവുകയാണ്. കിച്ചു എന്നോട് അവനെ വീഡിയോ എടുക്കണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൻ ഇറങ്ങാൻ ലേറ്റ് ആയതിൻ്റെ ടെൻഷനിൽ പെട്ടെന്ന് പോവുകയാണ്. ആ ഗേറ്റിൻ്റെ അപ്പുറത്തുള്ള കുറേ ചെടികൾ വെട്ടാറായിട്ടുണ്ട്. എല്ലാം കൂടെ കാട് പിടിച്ച അവസ്ഥയിലാണ്. അവരിറങ്ങി. ഇനി ഞങ്ങൾ കഴിക്കാനായിട്ട് നോക്കട്ടെ. ചേട്ടന് കുറച്ച് ദിവസമായിട്ട് നല്ല കോൾഡാണ്. അപ്പോൾ അതിന് ചുക്ക് കാപ്പി ഉണ്ടാക്കാനായിട്ട് അമ്മ എന്നോട് കണക്കുറുക്കിയും അതുപോലെ തന്നെ തുളസിയൊക്കെ പറിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായി. ചേട്ടന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ചുക്ക് കാപ്പി കുടിക്കുക എന്നുള്ളത്. പക്ഷെ ഇവിടെ വന്നാൽ അതൊന്നും നടക്കില്ല, കുടിച്ചേ പറ്റൂ. അങ്ങനെ ഞാനത് പറിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും മീൻകാരൻ വന്നു. അച്ഛൻ മീൻ വാങ്ങിക്കുമ്പോഴത്തേനും നല്ല മഴയും വന്നു. മഴയൊന്ന് തോർന്നപ്പോൾ ഞാനും അച്ഛനും കൂടെ മീൻ നന്നാക്കാൻ വേണ്ടി ഇറങ്ങി. കല്യാണത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ മീൻ ക്ലീനിങ് പരിപാടികളൊക്കെ തുടങ്ങിയത്. അതിനു മുന്നേ എനിക്ക് ഈ മീൻ, ചിക്കൻ ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ കഴുകലും പരിപാടികളും അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ ചെയ്യാറുമില്ലായിരുന്നു. പക്ഷെ കഴിക്കില്ലേ എന്നുള്ള ചോദ്യം വേണ്ട, കഴിക്കും. കല്യാണം കഴിഞ്ഞ് ആദ്യമൊക്കെ ചേട്ടനായിരുന്നു ചിക്കൻ കഴുകിത്തരല് കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് തന്നെ തോന്നി തുടങ്ങി ചെയ്യാമെന്ന്. പിന്നെ അങ്ങനെ തുടങ്ങിയതാണ്. ഒട്ടുമിക്ക എല്ലാ ഗേൾസും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ മീൻ കഴുകലൊക്കെ കഴിഞ്ഞ് മീൻ പൊരിക്കാനുള്ളതിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കറി ഉണ്ടാക്കാനുള്ള തേങ്ങ ചിരവി അരച്ചു കൊടുത്തു. പിന്നെ കറി ഉണ്ടാക്കിയത് ഞാനല്ല, എൻ്റെ കൈകടത്തലുകൾ അതിൽ ആവശ്യമില്ല എന്ന് എനിക്ക് 24 മണിക്കൂർ മൊബൈൽ കയ്യിൽ കൊടുത്താൽ നോക്കിയിരിക്കുന്ന മനുഷ്യനാണ് കേട്ടോ ഇത്. കുറേ സമയം കാണാതായിട്ട് ഞാനിപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പുറത്ത് കൊളക്കടവിൽ പോയി നിൽക്കുന്നുണ്ട്. എന്തിനു പോയതാണോ? കണ്ട് ഞാനിവിടെ മീൻ പൊരിക്കൽ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 20 വർഷം പഴക്കമുള്ളൊരു ഗ്രൈൻഡറാണ് കേട്ടോ ഇത്. അമ്മായിയമ്മയുടെ മരുമോൻ്റെയും പ്രധാനപ്പെട്ട വിനോദമാണ് ഫിറോസ് കാടി കുക്കിംഗ് ചാനലിൽ പരിപാടികൾ കാണാമെന്നുള്ളത്. മീനൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ സുമതി വളവ് ഡൗൺലോഡ് ചെയ്ത് TV-ലിട്ട് കാണാൻ തുടങ്ങി. മൂവി കഴിയുമ്പോഴത്തേനും 4:30 ആയി സമയം. വീണ്ടും നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ബാക്കിലൊരു കുളമാണ് കേട്ടോ. അപ്പൂൻ്റെ റൂമിൽ നിന്ന് ജനൽ തുറന്നാൽ കാണുന്നൊരു വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മഴ നോക്കിയിരിക്കാനായിട്ട്. കുളത്തിൽ മഴ പെയ്യുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. മഴ തോർന്നപ്പോഴേനും കുറച്ച് ചെടികളൊക്കെ വീണിട്ടുണ്ടായി. കുറച്ചു നേരം അതൊക്കെ നോക്കി നടന്ന ശേഷം ഞാൻ നേരെ പോയി ചായ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. ഇവിടെ വാങ്ങിക്കുന്നത് പശുവിൻ പാലാണ്. അതുകൊണ്ട് തന്നെ ചായക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞങ്ങൾക്ക് അത് കിട്ടാറില്ല. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വല്യച്ഛൻ വന്നത്. കിണറിൽ കുറേ ചെടികൾ വളർന്നു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് നോക്കാനായിട്ട് അച്ഛൻ പോയപ്പോൾ ഞാനും ചേട്ടനും അച്ഛൻ്റെ പുറകെ നടന്നു അത് നോക്കാനായിട്ട്. വാവയ്ക്ക് ഭയങ്കര മടിയാണ് വീഡിയോസിലെ ഫേസ് കാണിക്കാനൊക്കെ ആയിട്ട്. പണ്ടെൻ്റെ പെറ്റായിരുന്നു ഇവൻ. എന്ത് ചെയ്യുകയാണെങ്കിലും ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കും. പിന്നെ ഇപ്പോൾ വലിയ കുട്ടിയായപ്പോൾ അധികം അങ്ങനെ വരാറൊന്നുമില്ല. കിണറിൻ്റെ അകത്തേക്ക് തേക്കിൻ്റെ ചെടി വളർന്ന് നിൽക്കുന്നുണ്ട് കണ്ടോ. അത് അതിൻ്റെ അടിവശത്തു നിന്ന് തന്നെ വെള്ളത്തിലേക്ക് വീഴാതെ മുറിച്ച് മാറ്റണം. അതിനുള്ള പരിപാടികളാണ് ഇവിടെ. നല്ല രീതിക്ക് മഴ പെയ്ത് പോയത് കൊണ്ട് നല്ലൊരു തണുത്ത ക്ലൈമറ്റാണ്. ഇവനാണെങ്കിൽ എന്നെ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടേ. അങ്ങനെ ഓരോരോ ചെടികളായിട്ട് പറിച്ച് മേളിലേക്ക് ഇട്ടിട്ടുണ്ട്. പണ്ട് കോവിഡിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു ഇവനും ഇവൻ്റെ ചേട്ടനെയും വെച്ച് ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ കഥകളും അതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു ചേട്ടന്. അപ്പോഴാണ് മണിക്കുട്ടി അങ്ങോട്ട് വന്നത്. ഇല്ല, ചേച്ചി എടുക്കണില്ലല്ലോ. മണിക്കുട്ടിനെ എടുക്കട്ടെ? എന്താ വേണ്ടാത്തത്? ഇങ്ങോട്ട് വാ. മണിക്കുട്ടിനെ എടുക്കട്ടെ? കുറച്ചു നേരം അവിടെ നിന്ന ശേഷം എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. കണ്ടുപിടിക്ക്. അറിയില്ല. We are proud of our million-plus agents who continue to protect countless lives. We welcome you to LIC. Visit your nearest LIC branch.
രാത്രിയിലേക്കുള്ള ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാനും ചേട്ടനും കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഫുഡ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് നല്ല രീതിക്ക് കോൾഡും പനിയും ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ വീടെത്തി ഫുഡ് കഴിച്ചു, കുറച്ച് നേരം ന്യൂസ് കാര്യങ്ങളൊക്കെ കണ്ട് കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.